നമ്മൾ ഈ കാണുന്നത് 9 നിലയുള്ള ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിൽ പോകാൻ പോകട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നിലവിലിപ്പോൾ ഒരു റൂമാണ് കണ്ടത്, ഒരു റൂമും കിച്ചണുള്ള കണ്ടേക്കുന്നത്. നമ്മൾ എട്ടാമത്തെ ഫ്ലോർ എത്തിയപ്പോഴും കണ്ട കാഴ്ചയാണ്. ഇവിടെ സ്റ്റെയർ റൂം കേട്ടോ, ഇതിന് സ്റ്റെയർ റൂം കാര്യങ്ങൾ ആകപ്പാടെ കണ്ട ഒരു ജനൽപ്പാടി കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഈ 8ാമത്തെ നിലയിൽ കയറിയപ്പോൾ കണ്ട ഒരു ജനൽപ്പാടി അതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെ അറിയോ? നമുക്ക് കേരളത്തിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന ബിൽഡിംഗ് ആണ്. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊച്ചി മുഴുവൻ കാണാൻ പറ്റും. കൊച്ചി, എറണാകുളം ഫുള്ള് കാണാൻ പറ്റും. കാണോ എടുക്കോ. ഇതാണ് നമ്മുടെ കുണ്ടന്നൂർ പാലമാണ് കാണുന്നത് കേട്ടോ. കുണ്ടന്നൂർ പാലം, ക്രൗൺ പ്ലാസ ബിൽഡിങ്. അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? പ്രേതാലയം പോലെ നടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. എൻ്റെ നിലവിൽ 30 വർഷത്തോളമായിട്ട് നിലവിൽ 30 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ബിൽഡിംഗ് ഇങ്ങനെ പണി തീരാതെ അന്ന് ആർക്കും താമസിക്കാൻ പറ്റാതെ കളഞ്ഞ ഒരു ഫ്ലാറ്റാണ്. നമ്മൾ ഈ കാണുന്നത് 9 നിലയുള്ള ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ പോകാൻ പോകും കേട്ടോ. അകത്തുള്ള കാഴ്ച എത്ര വില്ല അല്ലെങ്കിൽ ആ റൂമിനകത്തുള്ള ഈ വില്ലോട്ട് കയറുമ്പോൾ ഉണ്ടാകും നമുക്ക് അകത്തുള്ള റൂമൊക്കെ എത്ര റൂം, അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം കണ്ടറിഞ്ഞ് മനസ്സിലാക്കണ്ടേ. കാരണം പല ആൾക്കാർ ഈ ബിൽഡിംഗ് കാണുന്നുണ്ട്, പോകുന്ന വഴി കാണുന്നുണ്ട്, പക്ഷേ ഇതിനകത്തോട്ട് കയറിയുള്ള കാഴ്ചകൾ ഇവർക്ക് ആർക്കും അറിയാൻ വയ്യ. എന്തൊക്കെയാണ് ഇതൊക്കെ ബാൽക്കണി കേട്ടോ. ഇത് നമുക്ക് ബാൽക്കണിയാണ്, ബാക്കിൽ നമുക്ക് ഒരുപാട് ബാൽക്കണിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിലത്തെ കാഴ്ചയാണ് ഈ കാണാൻ പോകുന്നത് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര സംഭവം തന്നെയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 30 വർഷത്തേക്കുള്ളിൽ പഴക്കമുള്ള ഈ ബിൽഡിങ്ങിന് എന്ത് പറ്റി, അന്നത്തെ ടെക്നോളജിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടെന്ന് അറിയാം. കാരണം എൻ്റെ കേട്ടറിവെന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ് സൈഡ് കൊണ്ട് ഇരുത്തി എന്നാണ് പറയുന്നത്. വൺ സൈഡ് ഏതോ സൈഡ് ഈ ചതുപ്പ് പ്രദേശമായതുകൊണ്ട് ഇരുത്തി എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, അകത്തുള്ള കാഴ്ച എന്താണെന്ന് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ കേട്ടോ. നമുക്ക് ഇവിടെ വരുമ്പോൾ ആദ്യം കാണാൻ പറ്റുന്ന ഈ ഭാഗത്ത് എല്ലാം ഇടിച്ച് പൊളിച്ച് കേട്ടോ. ഇവിടെ എന്തോ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടത് എല്ലാം പൊളിച്ച് മാറ്റി. ഇപ്പോൾ അകത്ത കാഴ്ച ഇതാണ്. ഒരു സത്യം പറഞ്ഞ ഒരു വീട് പോലെയാണ് കേട്ടോ. ചെറിയൊരു വീടായിരുന്നു, വീട് പോലെയാണ് എല്ലാ റൂമും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. സത്യം ഇവിടെ എല്ലാം പ്ലാസ്റ്റർ ഉണ്ടോ, ഫുള്ള് വർക്ക് കയറുന്ന ഒരു ഏരിയ പോലെ ആയിരുന്നു കേട്ടോ. ഒരു അടുക്കള വശമായിരുന്നു, അടുക്കള ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പൊളിച്ച് മാറ്റി. നമുക്ക് ഇങ്ങനെ അതോട്ട് കയറുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതോട്ട് കയറുമ്പോൾ ഒരു നെഞ്ചിന് ചെറിയൊരു ഇടുപ്പ് പോലെ കേട്ടോ. ഉണ്ടോ ഇവിടുത്തെ എല്ലാം വർക്കും തീർന്നു, കഷ്ടമാക്കി. ഇങ്ങനെ സ്റ്റെയർ ഇവിടെ ഫുള്ള് ടൈൽ ഉൾപ്പെടെ ഇട്ട കേട്ടോ. ഇവിടുത്തെ പണി തീരുന്നതിന് മുമ്പായിട്ട് ഉണ്ടായ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് ഏതോ ഒരു സൈഡ് കൊണ്ട് ഇരുത്തി, അതുകൊണ്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം നമുക്ക് നിലവിൽ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ആളിപ്പം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്നൊന്നും അറിയാതെ ലിഫ്റ്റിനോടുള്ള ഭാഗം കേട്ടോ. കണ്ടോ നമുക്കിവിടെ അങ്ങോട്ട് കയറാൻ കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇതൊക്കെയാണോ. കണ്ടോ തറ ഫുള്ള് ഫ്ലോർ ഫുള്ള് ടൈലിട്ട് വൃത്തിയാക്കിയിട്ടുള്ള സ്ഥലമായിരുന്നു. പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനലും കട്ടലയും കാര്യങ്ങളെല്ലാം പൊളിച്ച് മാറ്റി കേട്ടോ. ഇവിടേക്ക് ജനലൊക്കെ ഉണ്ടാകും, എല്ലാം പൊളിച്ച് മാറ്റി. നമുക്ക് ഇതിൻ്റെ മേലോട്ട് കയറി നോക്കാം. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇപ്പം നിൽക്കുന്നത് കേട്ടോ. അടുത്ത സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറുകയാണ്. നിലവിൽ എന്ന് പറയുന്നത് 9 നിലയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ റോഡ് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ 2ാമത്തെ നിലയിൽ വന്ന് കയറിയപ്പം നമ്മൾ കാണാൻ പറ്റുന്ന 2 അപ്പാർട്ട്മെൻറ്റ് അപ്പുറം ഉണ്ടോ. ഇവിടുത്തെ ജനലും ഡോറും കാതുകളും എല്ലാം പൊളിച്ചുകൊണ്ട് പോയി. അത് ഇതിൻ്റെ ഓണർ തന്നെയാണോ അതോ മറ്റൊരു വേറെ ആരെല്ലോ ആണോ അറിയാൻ പറ്റും. കയറുമ്പോൾ തന്നെ നമുക്ക് ലിഫ്റ്റ് കാണാൻ പറ്റും കേട്ടോ. ലിഫ്റ്റിൻ്റെ റൂമാണ്, ലിഫ്റ്റൊന്നുമില്ല. പിന്നെ നമുക്ക് കയറുമ്പോൾ ജസ്റ്റ് ഒരു അപ്പാർട്ട്മെൻറ്റാണ്, ഒരു ഹോളാണ്, ആദ്യം കയറുന്ന ഒരു ഹോളാണ്. ഈ ഹോളുണ്ടോ ഇത്ര വിശാലമായൊരു ഹോളാണ്. അതുകൂടെ തന്നെ ഇവിടെ ഒരു കിച്ചൺ ഉണ്ടോ. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. കയറി കാണുമ്പോൾ നമുക്ക് പറ്റുന്ന പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു കിച്ചണാണ് കേട്ടോ. കിച്ചൺ ഒരു ചെറിയ സ്റ്റോർ റൂം കണ്ടോ. ഇത് ചെറിയൊരു ബാത്റൂം ആണെന്ന് എന്തോ അറിയാം. അതൊരു ബാത്റൂം കേട്ടോ. കിച്ചനകത്ത് ഞാൻ ബാത്റൂം വന്നെന്ന് പറഞ്ഞാൽ അതെന്താ എനിക്കറിയാൻ വയ്യ. ഓക്കെ, അടുത്ത് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ അതെന്ന് പറയുന്നത് ഹോളാണ്. പിന്നെ അതൊരു ബാൽക്കണിയാണ് കേട്ടോ. അടുത്തൊരു റൂമാണ് കേട്ടോ. ഒരു റൂമുണ്ട്, അത്യാവശ്യം വലിയൊരു റൂമാണ്. മേളിൽ ചെറിയ സ്റ്റോർ റൂം എല്ലാം ഉണ്ടായിരുന്നു. അവിടെ 2 വിൻഡോ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പൊളിച്ചുകൊണ്ട് പോയി. ഇവിടെ നമ്മുടെ ഒരു ടോയ്ലറ്റാണ്, കോമൺ ടോയ്ലറ്റാണ് കേട്ടോ. എല്ലാ റൂമിനും കോമൺ ടോയ്ലറ്റാണ്. ഇതൊരു ടോയ്ലറ്റാണ്. അവിടെ ചെറിയൊരു വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അടുത്ത നമുക്ക് റൂം എന്ന് വെച്ചാൽ ഒരു വില്ലയ്ക്കകത്ത് ഒരു ഹാളുണ്ട്, ഒരു കിച്ചൺ. അവിടെ നമുക്ക് കാണുന്നത് ഒരു റൂമാണ് കേട്ടോ. ഇത് സ്റ്റോർ റൂമോ എന്തൊരു റൂമായിട്ട് 2 വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു അപ്പാർട്ട്മെന്റ് വില്ല ആയിരുന്നു കേട്ടോ സംഭവം. ഇതൊരു റൂമാണ് കേട്ടോ. ഇത് കയറി വരുമ്പോൾ കാണുന്നത് ഇവിടെ ഡോർ ഉണ്ടായിരുന്നു കേട്ടോ. മേളിൽ സ്റ്റോർ റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. ഇതിനകത്ത് ബാത്റൂം ഉൾപ്പെടെയുള്ള ഒരു റൂമായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ വലിയൊരു വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. കാരണം കായലിലെ കാഴ്ചകൾ കാണാൻ പറ്റും. കുണ്ടന്നൂർ പാലമാണ് ആ കാണുന്നത്. അപ്പുറത്തെ ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞാൽ വലിയൊരു ബിൽഡിംഗ് ആണ്. ക്രൗൺ പ്ലാസ അറിയാലോ, അത്യാവശ്യം എല്ലാവർക്കും ഫിലിം ഇൻഡസ്ട്രിയിൽപ്പെട്ട എല്ലാ ആൾക്കാരും വന്ന് സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരു ഹോട്ടലാണ് ആ കാണുന്നത് ക്രൗൺ പ്ലാസ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത മേലോട്ട് ഏറ്റവും ടോപ്പിലോട്ട് ഏകദേശം ഇവിടുത്തെ ഒരു ഘടനാ രീതി ഞങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായി കാണുന്ന വിചാരിക്കും. വലിയൊരു റൂമായിരുന്നു കേട്ടോ. ഇവിടെ നമുക്കൊരു ചെറിയൊരു വെയിറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ ഒരു വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം ഉള്ളൊരു ബാൽക്കണി എന്ന് വേണമെങ്കിൽ പറയാം.
ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ഫ്ലാറ്റിൻ്റെ കാഴ്ചയാണ് ഇപ്പം കണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്പോസിറ്റ് അവിടെ എല്ലാം ഫ്ലാറ്റാണോ, അതാണ് റൂമും കാര്യങ്ങളും എല്ലാം ഫ്ലാറ്റാണ്. ഈ ഭാഗത്ത് കണക്കിനാണ് കേട്ടോ. ഒരു മതിൽ കെട്ടിന് അപ്പുറത്തും ഇപ്പുറത്താണ് ഓരോരോ വീടുകൾ. ഇവിടെ ഒരു ഇത് കണക്കൊരു കിച്ചനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കിച്ചൺ ഉദാഹരണം പറഞ്ഞിട്ട് 3 ബെഡ്റൂമുണ്ട്. ഒരു ഫ്ലാറ്റിന് 3 ബെഡ്റൂമുണ്ട്. ഏതിൽ ഒരെണ്ണമായിരിക്കും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് എല്ലാ കാഴ്ചകളെല്ലാം കാണാൻ കഴിയും കേട്ടോ. ഇതൊരു ചെറിയ റൂമാണ് കേട്ടോ. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ വരുന്ന ഒരു റൂമാണ്. അല്ല, അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു. പക്ഷേ എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിലവിൽ എന്ന് പറഞ്ഞാൽ 30 വർഷത്തോളമായി അല്ലേ പ്രവീണ? 30 വർഷത്തോളമായി ഈ ഫ്ലാറ്റ് ഈ ഒരു അവസ്ഥയിൽ വന്നിട്ട്. അന്ന് ഈ ബിൽഡിങ്ങിനുണ്ട് പണി 80% പണി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു അവസ്ഥ വെച്ചാൽ ബിൽഡിങ് സൈഡ് കൊണ്ട് ഇരുത്തി എന്നൊക്കെ പറഞ്ഞാണ് ഇത് പണി നിർത്തി വെക്കുകയും പിന്നെ ഇതിന് ആൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയാം. അങ്ങനെ ആത്മഹത്യ ചെയ്തിരുന്ന ആളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഞാൻ ജസ്റ്റ് അറിഞ്ഞ കാഴ്ച. അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്താം. നിലവിൽ നമുക്ക് ഇങ്ങനെ ഏറ്റവും ടോപ്പ് കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ 9 നില ഉയരമാണ്, 9 നിലയാണ്. ഓക്കെ, നമ്മുടെ ഏറ്റവും ടോപ്പിൽ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചയിൽ കാണാം. അങ്ങനെ 8ാമത്തെ നിലയായിരുന്നു. 8ാമത്തെ നിലയിൽ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹോളാണ് കേട്ടോ. ചെറിയൊരു ഹോളാണ്, ചെറിയൊരു അത്യാവശ്യം വലിയൊരു ഹോളാണ്. അവിടെ ഒരു വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ 8ാമത്തെ നില വരെ വന്നപ്പോൾ പോലും ഫുള്ള് വർക്കും ഫിനിഷായി കിടന്നൊരു ബിൽഡിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവിടെ ജനൽ ഉൾപ്പെടെ ഇളക്കിക്കൊണ്ടുപോയി. കാരണം തറയിലെ ടൈൽ ഉൾപ്പെടെ ഇട്ടേക്കുവാണ് കേട്ടോ. ഈ ടൈലാണ് കാലക്രമം നിലവിൽ 30 വർഷത്തോളം പഴക്കമായ ബിൽഡിംഗ് ആണ് കേട്ടോ. ഒരു ടൈൽ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ടോ, ടൈലാണ് കിടന്നത്. ഇതൊക്കെ ടൈലിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള ഫ്ലോർ കേട്ടോ. കേട്ടോ, ഇതൊരു അടുക്കള. നമ്മൾ നേരത്തെ കാണാൻ അതിൻ്റെ അടുക്കളയാണ്. അതിനകത്ത് തന്നെ ബാത്റൂം, അവിടെ ഒരു ബാത്റൂം ഉണ്ട്. എനിക്കറിയാൻ വയ്യ ബാത്റൂം എന്താ ഈ കിച്ചനകത്ത് ഉണ്ടെന്ന് അറിയാൻ വയ്യ. എല്ലാ റൂമിലും ചെന്നപ്പോൾ കാണാൻ പറ്റിയ കാഴ്ചയാണ് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് കണക്ക് തന്നെ റൂമാണ്. ഇതൊരു കോമൺ ടോയ്ലറ്റ് കേട്ടോ. ഒരു കോമൺ ടോയ്ലറ്റാണ്. ഇവിടെ ഒരു റൂമാണ് കേട്ടോ. ഇതൊരു റൂമാണ്. ഏകദേശം എനിക്കൊന്ന് ഒരു 9-10 റൂം സൈസാണെന്ന് തോന്നുന്നു. 9-10 സൈസ് റൂമായിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് ബാൽക്കണിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. 9-10 റൂം സൈസായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നിലവിലിപ്പോൾ ഒരു റൂമാണ് കണ്ട, ഒരു റൂമും കിച്ചനും നമ്മൾ കണ്ടേക്കുന്നത്. 8ാമത്തെ ഫ്ലോർ എത്തിയപ്പോഴും കണ്ട കാഴ്ചയാണ്. ഇവിടെ സ്റ്റെയർ റൂം കേട്ടോ. ഇതിൻ്റെ സ്റ്റെയർ റൂം കാര്യങ്ങൾ ആകപ്പാടെ കണ്ട ഒരു ജനൽപ്പാളി അതാട്ടോ. ഇവിടെ വന്നതിന് ശേഷം 8ാമത്തെ നിലയിൽ കയറിയപ്പോൾ കണ്ട ഒരു ജനൽപ്പാളി അതാണ്. നിലവിൽ അതിപ്പോൾ അതേ ഉള്ളൂ തോന്നുന്നു. ഇത് നമുക്ക് റൂമാണ്. റൂം അറ്റാച്ച്ഡ് ബാത്റൂം കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു ഫ്ലോറിൽ എന്തെങ്കിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് മറ്റേ കണക്ക് തന്നെയാണ്. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ഥാന വ്യത്യാസം തന്നെയാണ്. പിന്നെ ഇവിടെ സ്റ്റെയർ ഉണ്ട്. സ്റ്റെയർ കയറി സ്റ്റെയർ ഉൾപ്പെടെ ടൈലിട്ടേക്കുണ്ട്. ടൈലല്ല, ഗ്രാനൈറ്റ് മാർബിൾ ഇട്ടേക്കും കേട്ടോ. കേട്ടോ, നമ്മൾ കണ്ട ഇങ്ങനെ കയറി വരുമ്പോൾ അവിടെ ഒരു ജനൽ എനിക്ക് തോന്നി ആ ജനൽ ഇളക്കാൻ പറ്റാതെ പോയെന്ന് പറഞ്ഞു. ഇത്രയും ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് ആ ജനൽപ്പാളി അവിടെ നിന്ന് ഇളക്കാൻ പറ്റാതെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം അവിടെ നിന്ന് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതൊരു ഫ്ലാറ്റ് കേട്ടോ. താഴത്തെയും താഴത്തെ ഫ്ലോറും ഈ ഫ്ലോറും ഒരാൾക്ക് വേണ്ടിയുള്ളത് മാത്രമേ കേട്ടോ. ഒരു വില്ല പോലാണ്. ഇത് സെപ്പറേറ്റ് അല്ല. കാരണം ഈ വീട്ടിൻ്റെ താഴത്തെ ഫ്ലാറ്റിൻ്റെ അകത്തോടെ വേണം കയറിയാൽ ഇവിടെയും വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ അതാണെങ്കിൽ ഒരു ഇച്ചിരി വലുതാട്ടോ സംഭവം. ഇവിടെ കയറിയാൽ അവിടെ ഒരു ബെഡ്റൂം കണ്ടോ. ഇവിടെ ഒരു ബെഡ്റൂം, ഒരു ടോയ്ലറ്റ് അല്ലാതെ അറ്റാച്ച്ഡ് അല്ല. അവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റും. ഇത് ഏറ്റവും ടോപ്പ് ഭാഗമാണോ. 8ാമത്തെ നിലയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതൊരു ചെറിയ റൂമാണ്. ഇവിടെ വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ ഒരു ബാൽക്കണി. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുവാണ്, ഈ സ്റ്റെയർ കേസ് വന്നത് കൊണ്ടാണ് ആ ജനൽ അവിടെ നിന്നത്. അല്ലെങ്കിൽ അതും ഇളക്കിക്കൊണ്ട് പോയേനെ. സംഭവം താഴത്തെ ഫ്ലോറും ഈ ഫ്ലോറും ഒരാൾക്കുള്ളതായിരുന്നു. ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിലോട്ട് പോകാനുള്ള അടുത്ത സ്റ്റെയർ ആണ്. ഇവിടെ ഒരു ഡോർ വരുവാണ് കേട്ടോ. ഇവിടെ പക്ഷേ ഇവിടെ വരെ പണിയൊന്നും ഇവിടെ വലുതായിട്ട് പണിയൊന്നും വന്നിട്ടുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പണി വർക്കിങ് നടക്കേണ്ടതുള്ളതായിരുന്നു. പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് ഇരുത്തിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കറിയാൻ വയ്യ. ഇവിടെ എല്ലാം പണി ഫിനിഷ് ചെയ്ത് നല്ല നീറ്റ് വർക്കായിരുന്നു കേട്ടോ. കാരണം ഇപ്പോഴത്തെ മേശിന്മാരുള്ള വർക്കൊന്നുമല്ല, നല്ല വൃത്തിയായിട്ടാണ് കുഴിച്ചിട്ടേക്കുന്നത് കാണാൻ പറ്റുന്നത്. നമ്മളതിനെ ഏറ്റവും ടോപ്പിലെത്തിയേക്കുവാണ്. 9ാമത്തെ നില. ഇവിടെ ചെറിയ റൂമും കാര്യം. ഇത് ലിഫ്റ്റ് റൂമാട്ടോ. ശരി പൊന്നെ, ഇത് ലിഫ്റ്റ് റൂമാട്ടോ. ഓടിച്ചിരിക്കാതാ. ലിഫ്റ്റ് റൂമാണ് കേട്ടോ.
ഇവിടെ കിറ്റിൻ്റെ ഗിയർ പ്രൊട്ടക്ഷൻ ഗിയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന സ്ഥലമായിരുന്നു. നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിക്കുകയാണ്. ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ കാണാൻ കാഴ്ചയെന്ന് പറഞ്ഞാൽ കേട്ടോ, ഇതാണ് ഏറ്റവും ടോപ്പിൽ വന്നപ്പോഴുള്ള കാഴ്ച. ഇവിടെ ഉൾപ്പെടെ ഫുള്ള് വർക്കും തീർത്തിട്ടേക്കുന്നത്. അതാണ് എനിക്ക് വിഷമമാരുടെ കാര്യം. അതുകൊണ്ട് പ്ലംബിങ് കാര്യം ഉൾപ്പെടെ എല്ലാം ചെയ്തിട്ടിരുന്ന സംഭവമായിരുന്നു. കഷ്ടം തന്നെയല്ലേ. കണ്ടോ ഇവിടുത്തെ ഇതൊരു കൂരയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു ജലവൈദ്യുത പദ്ധതിയുടെ അല്ലെങ്കിൽ ഇതവിടെ എന്തോ പ്ലാന്റ് കേട്ടോ, കുടിവെള്ളത്തിൻ്റെ ഏതോ പ്ലാന്റ് ആണ്, വാട്ടർ ടാങ്കാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരുപാട് പൈപ്പും കാര്യങ്ങളും, പിന്നെ അവിടെ ഫ്ലോറിന് ഏറ്റവും ടോപ്പിലായിട്ടൊരു വലിയ ടാങ്കിനൊരു വെള്ളം ലോഡ് ചെയ്തൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ കായൽ കാണാൻ പറ്റും, കുണ്ടന്നൂർ പാലം കാണാൻ പറ്റും, ക്രൗൺ പ്ലാസ ബിൽഡിംഗ് കാണാൻ പറ്റും. ഫിലിം ഇൻഡസ്ട്രിയിൽപ്പെട്ട പല ആൾക്കാരും വന്ന് സ്റ്റേ ചെയ്യുന്നത്, താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് വില്ല, കൊച്ചിയുടെ അത്യാവശ്യം എല്ലാ കാഴ്ചകളും ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? ഏറ്റവും താഴെ തൊട്ട് ഏറ്റവും മുകളിൽ വരാൻ എനിക്ക് വന്നപ്പം കാണാൻ പറ്റിയ കാഴ്ച എന്ന് പറഞ്ഞാൽ 80-90% പഴം തീർന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു എനിക്ക് മനസ്സിലായി. കാരണം ജനൽപ്പാളികൾ ഉൾപ്പെടെ വലിച്ചിളക്കിക്കൊണ്ട് അതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുപോയെന്ന് അറിയാൻ വയ്യ. നിലവിൽ 30 വർഷത്തോളം കൂടുതൽ പഴക്കമുള്ളൊരു ബിൽഡിങ്ങാണ്. ഇരുത്തി എന്ന് വെച്ചാൽ ഫ്ലോറ് ചതുപ്പ് സ്ഥലത്ത് കെട്ടിയതുകൊണ്ട് സൈഡ് കൊണ്ട് ഇരുത്തി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ഈ 30 വർഷം വരെ ഇതിനകത്ത് ആൾക്കാർക്ക് താമസിച്ചാലും കുഴപ്പമില്ല. കാരണം ഇതുവരെയായിട്ട് ഈ ബിൽഡിങ്ങിന് യാതൊരു പ്രശ്നവും വേറെ ഒന്നും കണ്ടിട്ടില്ല. കാരണം ഞാൻ കയറി വന്നപ്പോൾ പല സ്ഥലം നോക്കി പൊട്ടല ചിമ്മലൊക്കെ ഉണ്ട്. കാരണം സാധാരണ ബിൽഡിങ്ങൊക്കെ ചരിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് കൊണ്ടൊക്കെ പൊട്ടലൊക്കെ കാണാൻ പറ്റും. അങ്ങനെയൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ നല്ല അടിപൊളി വർക്കായിരുന്നു, പൂർണ്ണമായിട്ടും നല്ല ഫിനിഷിങ് വർക്ക്. പൊട്ടിയില്ലെങ്കിൽ പോലും ആ ഫ്ലോറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൂശി വൃത്തിയാക്കി ഫ്ലോർ തറ ഉൾപ്പെടെ ടൈലോ അല്ലെങ്കിൽ മാർബിളോ ഗ്രാനൈറ്റൊക്കെ ഇട്ട് ഫിനിഷ് ആക്കിയിട്ടിരുന്ന ബിൽഡിംഗ് ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കിനായി ഷെയറിന് ഫോളോനും പറയും. വീണ്ടും നല്ലൊരു വീഡിയോ. ഗുഡ് ബൈ.